പാപ്പിനിശ്ശേരിയുടെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഹിദായത്ത് ഇംഗ്ലീഷ് ഹൈസ്കൂൾ അക്കാഡമിക് മികവിലും നോൺ അക്കാഡമിക് മികവിലും ഏറെ പ്രശംസ പിടിച്ചു പറ്റിയ ഒരു വിദ്യാലയമാണ്. ഇവിടെ നടന്ന ഏറെ പ്രത്യേകതകളുള്ള ഒരു സ്കൂൾ പാർലമെന്റ് ഇലക്ഷൻ നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ? പതിവ് പോലെ ഈ വർഷവും സ്കൂൾ പാർലമെന്റ് ഇലക്ഷൻ നടത്തുന്നതിനായുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായിട്ടുണ്ട്. ഇവിടെ തെരഞ്ഞെടുപ്പ് സുഗമമായി നടത്തുന്നതിന് വിപുലമായ മുന്നൊരുക്കങ്ങളാണ് നടത്തിയിട്ടുള്ളത്. സ്കൂൾ വിങ്സായ JRCയോടും ഗൈഡ്സിനോടുമൊപ്പം കുട്ടി പോലീസുമാരും അണിനിരന്ന വളരെ ബൃഹത്തായ ഒരു ഇലക്ഷൻ തന്നെയായിരുന്നു ഇവിടെ നടന്നത്. ഇലക്ഷൻ പ്രോസസ്സുകൾ വളരെ കൗതുകത്തോടെ വീക്ഷിക്കുന്ന നമ്മുടെ KG സ്റ്റുഡൻസിനെയും നമുക്കിവിടെ കാണാം. മറ്റ് സ്കൂളുകളിൽ നിന്നും വിഭിന്നമായി ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ വർഷത്തെ സ്കൂൾ പാർലമെന്റ് ഇലക്ഷൻ നടത്തിയിട്ടുള്ളത്. അതിനേക്കാൾ ഉപരി ഈ വിദ്യാലയത്തിലെ തന്നെ 10ാം ക്ലാസ് വിദ്യാർത്ഥി ശിവനന്ദ് PV ആണ് ഈ ഇലക്ട്രോണിക് മെഷീൻ ഇവിടെ നിർമ്മിച്ചിട്ടുള്ളത്. കൂടുതൽ കാര്യങ്ങൾ ശിവനന്ദിനോട് തന്നെ നമുക്ക് ചോദിച്ചറിയാം. ഞാൻ എൻ്റെ സ്കൂളിന് വേണ്ടിയിട്ട് ഒരു ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉണ്ടാക്കി. അതിൻ്റെ പ്രവർത്തനം എന്നത് നമ്മുടെ CPU, കമ്പ്യൂട്ടറിൻ്റെ തലച്ചോറാണ് CPU. അപ്പോൾ CPUവിൽ ഒരു മദർ ബോർഡ് ഉണ്ട്. അതുപോലെയാണ് എൻ്റെ മെഷീൻ്റെ ഉള്ളിൽ അർഡീനോ എന്ന് പറയുന്ന ഒരു സീരീസ് ഓഫ് ബോർഡ്സ് ആണ്. ഞാൻ ഇതിൻ്റെ അകത്ത് ഉപയോഗിച്ചത് അർഡീനോ യൂനോ R3 ബോർഡാണ്. അതിൻ്റെ അകത്ത് വേറെ ഡിവൈസസ് എന്ന് പറയുന്നത് ഡിസ്പ്ലേ, ബസർ, കീ സ്വിച്ച്, പിന്നെ ടാക്ടൈൽ സ്വിച്ചാണ്. ടാക്ടൈൽ സ്വിച്ചാണ് നമ്മൾ വോട്ട് ചെയ്യുന്നതിൻ്റെ ഔട്ട്പുട്ട് നൽകുന്നത്. അത് വോട്ട് ചെയ്തതിൻ്റെ ഔട്ട്പുട്ട് നമ്മുടെ അർഡീനോയിൽ കൊടുത്തിട്ട് അത് പ്രോസസ്സ് ചെയ്തിട്ട് ബസറിന് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ വോട്ട് ചെയ്യുമ്പോൾ വോട്ട് ചെയ്തതിൻ്റെ വിവരം സ്ഥാനാർത്ഥിയെ അറിയിക്കുന്നതിനായി നമ്മൾ ബസർ വെക്കുന്നു. പിന്നെയുള്ളത് നമ്മൾ ഡിസ്പ്ലേ ആണ്. ഡിസ്പ്ലേൻ്റെ അകത്താണ് നമ്മളെ ഈ വോട്ട് ചെയ്തതിൻ്റെ റിസൾട്ട് കാണുന്നത്. നമ്മൾ എത്രത്തോളം വോട്ട് ചെയ്യുന്നോ അത്രയും വോട്ട് നമ്മൾ ഡിസ്പ്ലേൻ്റെ അകത്ത് കാണിക്കുന്നു. ഒരു കാൻഡിഡേറ്റിന് 1 ലക്ഷം വോട്ട് വരെ ചെയ്യാൻ കഴിയും. ഒരു കാൻഡിഡേറ്റിന് 1 ലക്ഷം വോട്ട്. എൻ്റെ മെഷീൻ്റെ അകത്ത് 6 കാൻഡിഡേറ്റിനാണ് വെച്ചിട്ടുള്ളത്. ഇനി വേണമെങ്കിൽ അതിൽ കൂടുതലും വെക്കാം. അപ്പോൾ ഒരു കാൻഡിഡേറ്റിന് 1 ലക്ഷം വോട്ട് വരെ ചെയ്യാം. അപ്പോൾ നമ്മൾ ചെയ്യുന്ന വോട്ട് അത് മൊത്തം നമ്മളെ ഡിസ്പ്ലേൻ്റെ അകത്ത് കാണിക്കുന്നതായിരിക്കും. അപ്പോൾ ഫസ്റ്റ് കാൻഡിഡേറ്റിൻ്റെ ഡിസ്പ്ലേ കാണിക്കുന്ന സീരിയൽ നമ്പർ എന്ന് പറയുന്ന 6 ആണെങ്കിൽ നമ്മൾ ഡിസ്പ്ലേൻ്റെ അകത്ത് സീരിയൽ നമ്പർ 6ൻ്റെ അകത്ത് പോയി കഴിഞ്ഞാൽ കാൻഡിഡേറ്റ് 1ൻ്റെ റിസൾട്ട് അതിൻ്റെ അകത്ത് കാണും. അപ്പോൾ ഇതാണ് ഞാൻ ഉണ്ടാക്കിയ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ. ഇത് നമ്മുടെ പഞ്ചായത്ത് തലത്തിലൊക്കെ ഉപയോഗിക്കുന്ന ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ്റെ സെയിം കോപ്പി ആയിട്ട് പറയാം. ചെറിയ ചെറിയ മാറ്റങ്ങളേ ഉള്ളൂ. ബാക്കിയെല്ലാം നമ്മൾ അതുമാതിരി ചെയ്തതാണ്. ഇതിനെന്നെ സഹായിച്ചത് എൻ്റെ ഏട്ടനാണ്. ഇതിൻ്റെ അകത്തിലെ കോഡിങ്ങും ഇതൊക്കെ ചെയ്യാൻ എന്നെ പഠിപ്പിച്ച് തന്നത് എൻ്റെ ഏട്ടനാണ്. അപ്പോൾ ഇതിന് എൻ്റെ ഏട്ടനോട് ഞാൻ ആദ്യം നന്ദി പറയുന്നു. പിന്നെ സ്കൂളിലെ മറ്റു ടീച്ചർ, എൻ്റെ അമ്മ ഇവിടുത്തെ ഞാൻ പഠിക്കുന്ന സ്കൂളിലെ ഒരു ടീച്ചറാണ്, പ്രസീത മിസ്. പിന്നെ നൗഫിയ മിസ്, കുർഷിദ മിസ്, ബിന്ദു മിസ്, പിന്നെ പ്രിൻസിപ്പൽ സാർ.
ഇവരൊക്കെയാണ് എൻ്റെ സപ്പോർട്ടേഴ്സ്. ഇവരില്ലായിരുന്നെങ്കിൽ എനിക്കിത് ചെയ്യാൻ കഴിയില്ലായിരുന്നു. ഇത് ഉണ്ടാക്കുന്നതിൻ്റെ ഇടയിൽ പല വീഴ്ചകളും ഉണ്ടായിരുന്നെങ്കിൽ ഇവരുടെ സപ്പോർട്ട് കാരണമാണ് എനിക്ക് ചെയ്യാൻ പറ്റിയത്. അതുകൊണ്ട് അവർക്കും താങ്ക്സ്. പൊതു തെരഞ്ഞെടുപ്പ് മാതൃകയിൽ തന്നെയാണ് ഇവിടെ ഈ സ്കൂൾ പാർലമെന്റ് ഇലക്ഷൻ നടത്തിയിട്ടുള്ളത്. വോട്ടേഴ്സ് ID കയ്യിലുള്ള കുട്ടികൾക്ക് മാത്രമായിരുന്നു അവരുടെ സമ്മതിദാനാവകാശം വിനിയോഗിക്കുവാൻ കഴിഞ്ഞത്. ശാരീരിക അവശതകൾ ഉള്ള ആൾക്കാർ പോലും അവരുടെ സമ്മതിദാനാവകാശം വിനിയോഗിക്കേണ്ടതിൻ്റെ ആവശ്യകത ഉയർത്തിക്കാണിക്കുന്ന ഉത്തമ മാതൃകകൾ അനുകരിക്കാനും ഇവിടുത്തെ കുട്ടികൾ മറന്നില്ല. അധ്യാപകർ പ്രിസൈഡിംഗ് ഓഫീസർമാരായി ഇലക്ഷൻ നടത്തിപ്പിനു വേണ്ടി കുട്ടികളോടൊപ്പം ചേർന്നപ്പോൾ ഓരോ സ്ഥാനാർത്ഥിക്ക് വേണ്ടി അവരവരുടെ ക്ലാസ്സിൽ നിന്നുള്ള കുട്ടികൾ തന്നെ ബൂത്ത് ഏജന്റുമാരായി പോളിംഗ് സ്റ്റേഷനിൽ നിലയുറപ്പിച്ചു. സ്കൂൾ പാർലമെന്റ് ഇലക്ഷൻ നടത്തുന്നതിന് കുട്ടികൾക്ക് പൂർണ്ണ പിന്തുണ നൽകി ഇലക്ഷൻ കമ്മീഷണറായി തന്നെ മുന്നിൽ നിന്ന പ്രിൻസിപ്പൽ അബ്ദുറഹ്മാൻ സാറിൻ്റെ വാക്കുകൾ നമുക്കൊന്ന് കേട്ടുനോക്കാം. വിദ്യാർത്ഥികളിൽ ജനാധിപത്യവും തെരഞ്ഞെടുപ്പും ഇതിനെക്കുറിച്ചുള്ള ഒരു അവബോധം ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ സ്കൂൾ പാർലമെൻറ്റ് ഇലക്ഷൻ നടത്തുന്നത്. ഈ പ്രാവശ്യത്തെ സ്കൂൾ പാർലമെൻറ്റ് ഇലക്ഷന് ഒരു പ്രത്യേകതയുണ്ട്. EVM മെഷീനുകൾ ഉപയോഗിച്ചാണ് ഈ പ്രാവശ്യത്തെ നമ്മുടെ വിദ്യാലയത്തിലെ ഇലക്ഷൻ നടന്നത്. കുട്ടികൾക്ക് ഇതൊരു പുതിയ അനുഭവമായിരുന്നു. EVM മെഷീൻ ഈ വിദ്യാലയത്തിലെ ഒരു 10ാം ക്ലാസ്സുകാരൻ ശിവനന്ദ് എന്ന പേരുള്ള ഒരു കുട്ടിയാണ് നിർമ്മിച്ചിട്ടുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികളിൽ ഉള്ള ഇത്തരം കഴിവുകൾ ഉപയോഗിച്ച് നമ്മുടെ വിദ്യാലയത്തിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി തന്നെ അത് ഉപയോഗപ്പെടുത്തുക എന്നൊരു സംതൃപ്തിയും അധ്യാപകരായ നമ്മളിൽ നമുക്കുണ്ടായിട്ടുണ്ട്. വാക്പോരുകൾ പൊതു തെരഞ്ഞെടുപ്പിൽ സർവ്വസാധാരണമാണെങ്കിലും നീതിപാലകരെ അനുസരിക്കേണ്ടതിൻ്റെ ധാർമ്മിക ബോധം ഈ സ്കൂൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഉയർത്തിക്കാണിക്കാൻ ഇവിടുത്തെ കുട്ടികൾക്ക് കഴിഞ്ഞിട്ടുണ്ട്.
പൊതു തെരഞ്ഞെടുപ്പ് മാതൃകയിൽ തന്നെ സ്കൂൾ പാർലമെന്റ് ഇലക്ഷൻ നടത്തുന്നതിനാൽ ഇവിടുത്തെ കുട്ടികൾക്ക് പൊതു തിരഞ്ഞെടുപ്പ് നേരിടുന്നതിന് യാതൊരു ആശങ്കയും ഉണ്ടാവാനിടയില്ല. 3ാം ക്ലാസ് മുതലുള്ള കുട്ടികൾക്ക് തന്നെ തിരഞ്ഞെടുപ്പിനെക്കുറിച്ചുള്ള കൃത്യമായ ഒരു അവബോധം ഇത്തരം പ്രവർത്തനങ്ങളിലൂടെ നേടാനാവും എന്നത് ചെറിയൊരു കാര്യമല്ല. കയ്യിൽ മഷി പുരട്ടി സമ്മതിദാനാവകാശം വിനിയോഗിച്ച സന്തോഷം ഓരോ കുട്ടികളിലും നമുക്കിവിടെ കാണാം. നമ്മുടെ സ്കൂൾ പാർലമെന്റ് ഇലക്ഷൻ കവർ ചെയ്യാൻ പ്രശസ്തമായ പല മീഡിയാസും എത്തിയിട്ടുണ്ടായിരുന്നു. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉപയോഗിച്ചുള്ള തെരഞ്ഞെടുപ്പിനെക്കുറിച്ച് കുട്ടികളുടെ അഭിപ്രായം ആരാഞ്ഞപ്പോൾ അവരുടെ പ്രതീക്ഷകളും ആശയങ്ങളും മുന്നോട്ട് വെക്കാൻ കുട്ടികൾ ഒട്ടും മടിച്ചില്ല. ഇപ്രാവശ്യത്തെ വോട്ടിംഗ് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉപയോഗിച്ചിട്ടായിരുന്നു. അത് ഞങ്ങൾക്ക് ആദ്യമായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പക്ഷേ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ എനിക്ക് അത്ര വിശ്വാസമില്ല. വോട്ടേഴ്സിനേക്കാൾ കൂടുതൽ പോളിംഗ് ഉണ്ടെങ്കിൽ അത് കള്ള വോട്ട് എന്നാണ് നമുക്ക് തിരിച്ചറിയാം.